കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നുഗുരുവായൂരപ്പനെ തൊഴുത് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ. എന്താ പൊന്നുണ്ണിക്കണ്ണനും നല്ല സന്തോഷത്തിലാണ്. ഏ പഞ്ചഗവ്യാടല്, നവകം, ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ആ സന്തോഷത്തിലാ പൊന്നുണ്ണിക്കണ്ണൻ. ഇന്ന് ഇന്നത്തോടുകൂടി പഞ്ചഗവ്യ കഴിഞ്ഞു. നാളെ കളപാട്ടാണ്. അപ്പൊ പഞ്ചഗവ്യ ഇത്ര ദിവസം ആടിയിട്ട് ആ സന്തോഷത്തോട് കൂടിയിട്ട് പൊന്നുണ്ണി കണ്ണന്റെ ഇരിപ്പാണ് ആ ശ്രീലകത്ത് കേട്ടോ. നല്ല കൗതുകണ്ട് കളപാലങ്കാരം കാണാൻ. ഒരു മിടുക്കനൊരു ഉണ്ണി, കാല് രണ്ടും ഇങ്ങനെ തൂക്കിയിട്ടിരിക്കാൻ തോന്നുന്നു. നല്ല ഭംഗിയായിട്ട് രണ്ട് കാലുമലും പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്ന മിടുക്കനൊരു ഉണ്ണി. അതാണ്. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മുല്ലമൊട്ടുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല, രണ്ടിൻ്റെ നടുവിൽ സ്വർണ്ണ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. രണ്ട് തോളത്തും രണ്ട് സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. മിടുക്കനായിട്ട് നല്ല സന്തോഷമായിട്ടായിരിക്കണത്. മണ്ഡലക്കാലത്ത് 40 ദിവസത്തോടു കൂടി പഞ്ചഗവ്യാടനം കഴിഞ്ഞ ആ സന്തോഷത്തോടു കൂടിയിട്ട് വലത്തെ കയ്യിലൊരു പൊന്മുരളി പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കൈ അരയിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്താ യശോദമ്മ അങ്ങനെ പുറപ്പെടുവിച്ചിരുത്തിയ പോലെ തോന്നും കണ്ടാല്. അത്ര രസമായിട്ട് അങ്ങനെ ഇരുത്തി ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ട് അങ്ങനെ മിടുക്കനായിട്ട് ഒരു ഉണ്ണിയായിട്ടിരിക്കുകയാണ്. നല്ല കൗതുകമുണ്ട് കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം, കളർ കൊണ്ട് ചെറിയൊരു പീലി അടുത്ത ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു മിടുക്കനൊരുണ്ണി. അങ്ങനെ യശോദമ്മ ഇതൊക്കെ കഴിഞ്ഞ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുത്തിയത് പോലെ തോന്നും കണ്ട. അത്ര രസമുണ്ട് കാണാൻ. ആ മിടുക്കനുണ്ട്. ഇങ്ങനെ പുഞ്ചിരി തൂക്കണ കണ്ടാളുടെ ഒരു കൗതുകവും നല്ല കൗതുകമുണ്ട്. അതുപോലെ തിരുമുടി മാലകൾ രണ്ടെണ്ണമാണ് ചാർത്തിരിക്കണത്. ഒന്ന് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ളതൊന്ന്, മറ്റേ തെച്ചിപ്പൂ മാത്രമായിട്ടുള്ളതൊന്ന്. അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ. കഴുത്തിലാണെങ്കിലോ നല്ല ഭംഗിയുള്ള രണ്ട് വനമാലകൾ. തെച്ചിയും തുളസിക്കും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കട്ടിയിട്ട് നല്ല നല്ല കൗതുകമുണ്ട് ആ രണ്ട് ഉണ്ടമാലകൾ കാണാൻ. അങ്ങനെ രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടി മാലകളും ചാർത്തിയൊരു പൊന്നുണ്ണി കാണാൻ. അങ്ങനെ ഇരിക്കുകയാണ് അവിടെ. നല്ല കൗതുകത്തിൽ ആ ഓടക്കോഴം പിടിച്ചുള്ള ഇരിപ്പ് കാണാതെ. ഉണ്ണിക്കണ്ണന്റെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഇരുത്തി കാണാൻ വേണ്ടി ആൾക്കാർ വന്ന് നിൽക്കേണ്ടത് കണ്ടെന്നറിയാം. എല്ലാ ഭക്തന്മാരും ഇങ്ങനെ നോക്കിയിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ ശ്രീലകത്തിരിക്കണം കേട്ടോ. അതുപോലെ തിരുമുടിമാലകളുടെ മോള് വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ട് എല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ളതാ. തുളസിപ്പൂ കൊണ്ടുള്ള ഉണ്ടമാലകൾ ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ട് നല്ല കൗതുകം ഉണ്ടാകും. ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. വലത്തെ കയ്യിൽ ഒരു ഓടക്കോഴം പിടിച്ചിട്ട് ഇടത്തെ കൈ അരയിലും വെച്ചിട്ട് കുത്തിയിട്ട് നല്ല മിടുക്കനായിട്ട് കണ്ട് തയ്യാറായിട്ടിരിക്കണം പോലെ. ഇനി ഭക്തന്മാർ വന്ന് തൊഴ അനുഗ്രഹിക്കുക. എല്ലാവരും മനസ്സിൽ വിചാരിച്ചോട്ട് ആ രൂപം അത്ര കണ്ട് കൗതുകമുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. നാരായണീയം ദശകം 99 ശ്ലോകം 10 മലയാള വിവർത്തനം. നിന്നർഗുണ്യാത്മരൂപം കഠിനമറിയുവാൻ ശുദ്ധ സത്വസ്വരൂപം വ്യക്തം നൂനം ലസിപ്പൂ സ്ഫുടമൃതരസാംബോധി കല്ലോല തുല്യം സർവോത്കൃഷ്ടം പ്രിയം നിൻ ഗുണമധുരരസാൽ ആകർഷകം ഞാൻ പ്രാപിപ്പൂ കൃഷ്ണമൂർത്തേ പവനപുരപദേ നിന്നയൻ രോഗമാറ്റൂ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് നല്ല സന്തോഷത്തോടു കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓടക്കോഴം കയ്യിൽ പിടിച്ചിട്ട്. ഇടത്തെ കയ്യിലൊരു ഓടക്കോഴുണ്ട്, ഇടത്തെ കൈ ഇങ്ങനെ അരയിലും വെച്ചിങ്ങനെ എല്ലാ ഭക്തന്മാരോടും മുഞ്ചിരി തൂക്കി കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണേ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ രണ്ട് തൃപ്പാദം മുറുകെ പിടിക്കുക. കണ്ണൻ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാ. ഭക്തന്മാരുടെ കൂടെയാണ് കണ്ണൻ. അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ആ കണ്ണൻ്റെ തിരുമുഖം നോക്കി നമുക്ക് ഉറക്കാൻ നാമം ജപിക്കാം. ആ നിന്ദിരോടി അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.